നിങ്ങൾ ആലോചിക്കണം, ലോകത്തെ ഏറ്റവും വലിയ ജീവിയായ ആനയെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളി വിളിക്കാൻ വേണ്ടി വന്നപ്പോ അള്ളാഹു അവരെ പാഠം പഠിപ്പിച്ചത് അതേ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളെ കൊണ്ട്, പൈഞ്ഞാക്കിളികളെ കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു. സൂറത്തുൽ ഫീൽ പറഞ്ഞു, അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അബാബീൽ പക്ഷികൾ എന്ന് പറയുന്ന ചെറിയ കുരുവിക്കൂട്ടങ്ങളെ കൊണ്ട് അല്ലാഹു അബറകത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ച ചരിത്രമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യൻ ആദരിക്കപ്പെട്ടവനാണ്. ഈ വിഷയം നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആദരിക്കപ്പെട്ട വിഭാഗം മനുഷ്യരാണെങ്കിൽ സഹോദരങ്ങളെ, മനുഷ്യനേക്കാൾ ചില സന്ദർഭങ്ങൾ ചില പക്ഷികൾക്കല്ല കഴിവ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ല. പർവ്വത മുകളിലെ പറവകളാണ്. ശബ്ദയോടെ എന്റെ ഉമ്മമാര് കേൾക്കേണ്ട വിഷയമാണ്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദയോടെ കേൾക്കേണ്ട വിഷയം ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വിഷയം ഇനി കാസർഗോഡ് ജില്ലയിൽ പറയൂല. അതുകൊണ്ട് വേറെ ഒരു സ്ഥലത്ത് വന്ന് കേൾക്കാമെന്ന് കരുതണ്ട. സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യനാഗരികതയുടെ പ്രവിതാപകൻ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം ഒരു കടലിന്റെ കരയിലൂടെ നടന്നു വരുമ്പോൾ, ഒരു കരയിലൂടെ നടന്നു വരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അത്ഭുതം കാണുകയാണ്. എന്ത് അത്ഭുതമാണെന്നല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു വലിയ ജീവി ചപ്പ് കാലുകൾ മേപ്പോട്ടുയർന്നു മലർന്നു കിടക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചത്ത് കിടക്കുന്ന ആ വലിയ ജീവിയുടെ ചാരത്തെത്തിയിട്ട് ഇബ്രാഹിം നബി അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ഇബ്രാഹിം നബിക്ക് കാണാൻ കഴിഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടലിലെ ചെറിയ ചെറിയ പരൽ മത്സ്യങ്ങൾ കയറി വരികയാണ്. എന്നിട്ട് ആ വലിയ ജീവിയിൽ നിന്ന് കൊത്തി കൊത്തി തിന്നിട്ട് ഇറങ്ങി പോവുകയാണ്. ഇബ്രാഹിം നബി മാറി നിന്നൊന്ന് നോക്കി. എന്റെ പെങ്ങന്മാർക്ക് ഇന്നേ വരെ തോന്നാത്ത ഒരു സംശയമാണ് ഞാൻ പറയുന്നത്. ആ വലിയ ചത്ത് ചീടക്കുന്ന ജീവിയുടെ ചാരത്ത് വന്ന്, പ്രിയപ്പെട്ടവരെ, ചെറിയ ചെറിയ പരൽ മത്സ്യങ്ങൾ വന്ന് ഇബ്രാഹിം നബി നോക്കി നിൽക്കുമ്പോ ആ മത്സ്യങ്ങൾ വന്ന് വലിയ ജീവിയിൽ നിന്ന് കൊത്തിപ്പറക്കി തിന്നുകൊണ്ട് തിരിച്ചിറങ്ങി പോവുകയാ. ഇബ്രാഹിം നബി നോക്കി നിന്നു. കുറെ സമയം കഴിഞ്ഞപ്പോലെ കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ വരികയാ. ആ മൃഗങ്ങൾ വന്ന്, കടുവയും പുലിയും വന്ന് ആ നോക്കി നിൽക്കുന്ന ഇബ്രാഹിം നബിയുടെ മുമ്പിൽ വെച്ച് മീൻ കഴിച്ചിട്ട് പോയ, മത്സ്യം കഴിച്ചിട്ട് പോയ ബാക്കിയുള്ള ഭാഗങ്ങൾ വാരി വലിച്ചു തിന്നുകയാണ്. അത് വലിച്ചു കീറി തിന്നിട്ട് അതിന്റെ കുറെ വേസ്റ്റുകൾ അവിടെ ഇട്ടിട്ട് പോയി. ഇബ്രാഹിം നബി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിന്റെ ബാക്കി വന്ന കുറെ ഭാഗങ്ങള് പറവക്കൂട്ടങ്ങൾ വന്ന് കൊത്തി വലിച്ചു കൊണ്ടുപോവുകയാണ്. ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ഒരു സംശയം വന്നു. ഇന്നേ വരെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ആ സംശയം വന്നിട്ടില്ല. എന്തു സംശയമാണ് വന്നതെന്നറിയോ? അല്ലാഹുവേ, ആ ചത്തുകിടക്കുന്ന ജീവിയെ നാളെ പരലോകത്ത് നീ ഒരുമിച്ച് കൂട്ടുമല്ലോ. എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത്? കുറച്ചു ഭാഗം മത്സ്യത്തിന്റെ വയറ്റിലാണ്, കുറച്ചു ഭാഗം മൃഗങ്ങളുടെ വയറ്റിലാണ്, കുറച്ചു ഭാഗം പക്ഷികളുടെ വയറ്റിലാണ്. അല്ലാഹുവേ, നാളെ നിന്റെ കോടതിയിൽ വരുമ്പോ ആ ജീവിയെ നീ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നതല്ലോ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഖിസാസിന്റെ പൂർത്തീകരണത്തിന്, ഖിസാസിന്റെ നടപടിക്ക് വേണ്ടി പടച്ചതമ്പുരാൻ മനുഷ്യനല്ലാത്ത മുഴുവൻ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംശയം അവിടെയാണ്. എങ്ങനെയാണ് കുറച്ചു മത്സ്യം കഴിച്ചുപോയി, കുറച്ചു മൃഗങ്ങളെ കൊത്തിവലിച്ചു കൊണ്ടുപോയി, ബാക്കിയുള്ളത് പക്ഷികൾ കൊത്തിപ്പറക്കി കൊണ്ടുപോയി, ഈ ജീവിയെ നാളെ പരലോകത്ത് എങ്ങനെയാ നീ കൊണ്ടുവരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? അടിഞ്ഞാൽ എന്ന് പറയുന്ന പ്രദേശത്തിലൂടെ കാഞ്ഞങ്ങാട് നിന്ന് ഈ പറയുന്ന ബേക്കൽ ഫോർട്ടിലേക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനത്തിന്റെ അടിയിലായി പോയ നൂറുകണക്കിന് ആളുകളെ ഞാനും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ അടുത്ത സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരന് വാഹന അപകടത്തിൽ മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ട സഹോദരനെ അടക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കൊളുപ്പിച്ചപ്പോൾ
സഹോദരങ്ങളെ കുളിപ്പിച്ച ഒരാൾ എന്നോട് പറയുകയാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവിടെ വെച്ച് കുളിപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടുത്തെ സുഹൃത്തുക്കളോടൊപ്പം പോയ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവേ കാണേണ്ട കാഴ്ചയാണ്, തലയ്ക്കകത്ത് ഒന്നുമില്ല, തലയ്ക്കകത്ത് ഒന്നുമില്ല. എങ്ങനെ ഉമ്മാന്റെ മുമ്പിൽ കൊണ്ടുവെക്കും, എങ്ങനെ ഭാര്യയുടെ മുമ്പിൽ കൊണ്ടുവെക്കും? അതുകൊണ്ട് 3 കെട്ട് പഞ്ഞി വാങ്ങിയിട്ട് തലയോട്ടിയിടകത്ത് ഇറക്കി വെക്കുകയാണ്. തലച്ചോറ് നടുറോഡിൽ ചെതഞ്ഞരഞ്ഞു പോയി. സഹോദരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ പോട്ടെ, എന്റെ മയ്യത്തെടുത്ത് കബറിനകത്ത് വെച്ചാൽ, എന്റെ മയ്യത്തെടുത്ത് കബറിനകത്ത് വെച്ചാൽ, സഹോദരങ്ങളെ ചിന്തിക്കണേ. ഞാൻ ഇന്നലെ രാവിലെ എന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്റെ പറക്കമുട്ടാത്ത പൊന്നുമക്കള് ഇപ്പോൾ വരും പാപ്പാന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു, വ്യാഴാഴ്ച രാവിലെ മക്കളെ നിങ്ങൾ ഉറങ്ങി എഴുന്നേക്കുമ്പോ ഞാൻ വരുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഞാൻ ഇവിടെ വെച്ചങ്ങ് മരിച്ചുപോയാൽ, ഞാൻ ഇവിടെ വെച്ചങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ മയ്യത്തെടുത്ത് നിങ്ങൾ ഇവിടെ കുഴിച്ചിടുകയോ അതല്ല എന്റെ നാട്ടിലയക്കുകയോ ചെയ്താൽ എന്നെ മറമാടി 3 ദിവസം കഴിഞ്ഞാൽ, അല്ലാഹുവേ, എന്റെ കണ്ണിന്റെ ഭാഗത്ത് 2 ഗുഹയല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ മയ്യപ്പിന്നെ അടക്കിയ കബറിനകത്ത് 40 ദിവസം കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്ക്. എന്റെ വയറെല്ലാം മഴുകിത്തൊളിഞ്ഞ്, എന്റെ ശരീരമെല്ലാം പഴുത്തുപോയി, പുഴുക്കള കയറും എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷെ ഒരു ഹാഫിളാണോ, ഖുർആൻ മനനം ചെയ്ത ഹാഫിളാണോ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സത്യം, ആ കബറിനകത്ത് നശിക്കൂല, ആ കബറിനകത്തൊരു പുഴു വരൂല, ആ കബറിനകത്തൊരു ചെതല് വരൂല. സഹോദരങ്ങളെ, മയ്യത്ത് മറമാടിയിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് വയറെല്ലാം പൊട്ടിയിട്ട് മണ്ണോട് ചേർന്ന് പോകുമ്പോ സഹോദരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ, നാളെ പരലോകത്ത് എങ്ങനാണ് പടച്ചോൻ ഒരുമിച്ച് കൂട്ടുന്നത്? ഇതേപോലെ വരുമല്ലോ, ഇതേപോലെ വരുമല്ലോ. എങ്ങനാണ് അല്ലാഹു തിരിച്ച് ഇങ്ങനെ ഒരു കോലം തരുന്നതെന്ന് ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി ചിന്തിച്ചത് അങ്ങനെയാണ്. അല്ലാഹുവേ, ഈ ചത്ത ജീവിയുണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗം മത്സ്യം കൊണ്ടുപോയി, മറ്റൊരു ഭാഗം മൃഗങ്ങൾ കൊത്തി വലിച്ചു, ഒരു ഭാഗം പക്ഷിപരവാദികളെ കൊത്തി വലിച്ചു കൊണ്ടുപോയെങ്കിൽ അല്ലാഹുവേ, നാളെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയിച്ചു തരുമോ? അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് പറയുകയാണ്, സൂറത്തുൽ ബഖറ എടുത്തൊന്ന് പഠിക്കണ്ട പെങ്ങളെ. അല്ലാഹു പറയുന്നു, വഇദ് ഖാല ഇബ്രാഹീം റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗതാ. അല്ലാഹുവിനോട് ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗതാ. അല്ലാഹുവേ, നീ എങ്ങനെയാണ് മരണപ്പെട്ടു പോയവരെ പുനർജീവിപ്പിക്കുന്നതെന്ന് എനിക്ക് ലൈവായിട്ട് കാണിച്ചു തരണം. ഒന്ന് ചിന്തിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഇന്നലത്തെ കാലം ആളുകളുണ്ട്, ആമീൻ പറയുന്നതിൽ കുറക്കണ്ട, സ്വലാത്തിൽ നിന്നതിലും കുറക്കണ്ട. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉഷാറായി നടക്കട്ടെ. എന്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വരെ നമുക്ക് ചിന്ത വന്നിട്ടില്ല. ഇബ്രാഹിം നബി റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ, ഈ മരിച്ചുപോയ ജീവിയെ നാളെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്ന് എനിക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തരണം. അല്ലാഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലാഹു തിരിച്ചു ചോദിച്ചു, ഖാല അവലം തുഅ്മിൻ, നിനക്ക് വിശ്വാസം വന്നില്ലേ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്? അല്ലാഹു തിരിച്ചു ചോദിക്കുകയാണ്, ഇബ്രാഹിമേ, നിനക്ക് വിശ്വാസം വന്നില്ലേ? എന്റെ വിഷയത്തിൽ നിനക്ക് ഈമാനില്ലാതെ പോയോ? ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, പടച്ചവനെ അല്ല, വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന്റെ സമാധാനത്തിനു വേണ്ടിയിട്ടാണ്, എന്റെ ഹൃദയത്തിന്റെ സമാധാനത്തിനു വേണ്ടിയിട്ടാണ്. അല്ലാഹു പറഞ്ഞു കൊടുത്തു. ശ്രദ്ധിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ ശ്രദ്ധയോടെ വിഷയം കേട്ടോളി. അല്ലാഹു പറഞ്ഞു കൊടുത്തു. ലൈവായിട്ട് കാണിക്കാൻ പോവാൻ, ലൈവായിട്ട് കാണിക്കാൻ പോവാൻ. എങ്ങനെയാണ് മരിച്ചതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് ഇബ്രാഹിം നബി ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലാഹു നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പോവാൻ. അല്ലാഹു എന്താ പറഞ്ഞെന്നറിയോ? ആദ്യം ഒന്ന് വരട്ടി, അല്ലാഹു എനിക്ക് ഇതുവരെ എന്റെ ഈമാൻ വന്നില്ലല്ലേ? അല്ല പടച്ചോനെ, ഹൃദയത്തിന്റെ സമാധാനത്തിന് നമ്മൾ അടച്ചിട്ടിരിക്കുന്ന കടയുടെ മുമ്പ് ചെന്ന് ചിലവർ ചോദിക്കാറുണ്ട്, കട അടച്ചു, അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ചെന്നിട്ട് ചോദിക്കും, കട അടച്ചോ? എന്തിനാണ്? ഒരു സമാധാനത്തിന്. മഴ പെയ്യുമ്പോ പറയും, മഴ പെയ്യുന്നോ? നേരിട്ട് തലയിൽ വെള്ളം വീണിട്ടാണ് മലന്ന് നോക്കിയത്, പക്ഷെ ഹൃദയത്തിന്റെ സമാധാനത്തിന്. അല്ലേ? ഭാര്യമാരോട് ചോദിക്കും, എടി പഴയതുപോലെ സ്നേഹമൊക്കെ ഉണ്ടോ?
അത് ചോദിക്കുന്നത് സുന്നത്താണ്, അത് സുന്നത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവി ഇടയ്ക്കിടയ്ക്ക് നബിയോട് ചോദിക്കും, നബിയെ നിങ്ങൾക്ക് പഴയ സ്നേഹം, 95 വയസ്സായ ഉപ്പാപ്പ 90 വയസ്സുകാരിയായ ഉമ്മാമാരുടെ അടുത്ത് ഇടയ്ക്കൊക്കെ ചോദിക്കണം, പഴയതുപോലൊക്കെ സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അത് സുന്നത്താണ്. പരസ്പരം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സംശയം ഉണ്ടാവും, എനിക്ക് നിന്നോട് പഴയ സ്നേഹമൊക്കെ ഉണ്ടോ? ആയിഷ ബീവി ഇടയ്ക്കിടയ്ക്ക് നബിയോട് ചോദിക്കും, നബിയെ പഴയ സ്നേഹം ഉണ്ടോ എന്നോട്? ഉണ്ട് ആയിഷ. എത്രയുണ്ട്? നമ്മുടെ ഭാര്യമാര് ചോദിക്കും, ഇത്രയാണോ ഇത്രയാണോ ഇത്രയാണോ? റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് ആയിഷ ബീവി ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എത്രയാണ്? നബി അവസാനം സഹികെട്ട് എപ്പോഴും വന്നിട്ട് ചോദിക്കും. ഭയങ്കര കുശുമ്പായിരുന്നു ആയിഷ ബീവിക്ക്. വേറെ കുശുമ്പെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടല്ല, എനിക്ക് നബിയുടെ സ്നേഹം കിട്ടണം, എപ്പോഴും ഭർത്താവിന്റെ സ്നേഹം കിട്ടണം എന്നുള്ളത്. ആയിഷ ബീവിയോട് നബി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് നിന്നോടുള്ള സ്നേഹം, നീ കയറ് കണ്ടിട്ടുണ്ടോ? കയറ് കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് എന്റെ സ്നേഹം നിന്നോടുള്ള. പിണഞ്ഞു കിടക്കുകയാണ്, കെട്ടിപ്പിണഞ്ഞു കിടക്ക എന്റെ മനസ്സ് നിന്റെ മനസ്സുമായി. സന്തോഷമായി. ആയിഷ ബീവിക്ക് സന്തോഷമായതിനപ്പുറം വേറൊന്നുമില്ല. പിന്നീട് ആളുകൾ നിൽക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണമെന്നൊക്കെ തോന്നുമ്പോ നബിയോട് ആയിഷ ബീവി ചോദിക്കും, കൈഫൽ അഖദതു യാ റസൂലല്ലാഹ്, കയറ് ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ആയിഷ ബീവിയോട് റസൂലുള്ളാഹി പറയും, ഹിയ ഫീ ഹാലിഹ, അത് അങ്ങനെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. ചില ഭാര്യമാര് പറയും, സാറേ എന്റെ ഇക്കായോട് എനിക്ക് ഭയങ്കര സ്നേഹമാ, സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി അപ്പുറത്തെ വീട്ടിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് അങ്ങനെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.